എത്തി. ട്രെയിൻ ജസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ നല്ല സ്നോഫോളുണ്ട്. ആൻഡ് ടെമ്പറേച്ചർ പുറത്തിറങ്ങാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നില്ല. ബട്ട് നല്ല സ്നോഫോളുണ്ട്. ട്രാക്കിലൊക്കെ ഇങ്ങനെ സ്നോ വീണുകൊണ്ടിരിക്കും, ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നൊരു വ്യൂ ആണ് കാണുന്നത്. ഐ മീൻ ക്യാമറയിൽ അത്ര കിട്ടുമെന്നുള്ള അറിയില്ല. ഇവിടെ അടിപൊളിയാണ്. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോകണം. റൂമിൽ പോകാൻ വേണ്ടി ഞങ്ങളിനി ടാക്സി എടുക്കണം. മെട്രോ കയറി പോകൽ ഇത്രയും പെട്ടിയായിട്ടുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ടാക്സി എടുത്തിട്ടാണ് റൂമിലേക്ക് പോകുന്നത്. ഇനി റൂമിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ റൂം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് നമുക്കിതിൻ്റെ റൂം ടൂർ നോക്കാം. ഇതാണ് റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ ഒരു പ്ലേസിൽ കിട്ടുന്നതനുസരിച്ച്. അതെ, ഇത് കറക്റ്റ് ഒരു സിറ്റി സെൻറ്ററിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സിറ്റി സെൻറ്ററിൽ അടുത്താണ്, നേവ റിവറിൻ്റെ ഒക്കെ അടുത്താണ് വരുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തെ വ്യൂ കാണിച്ചു തരാം. ഈ ഹോട്ടലിൻ്റെ പുറത്തേക്കുള്ളത്. ഇതിപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് വ്യൂ ഇതാണ്. പുറത്ത് നല്ല സ്നോ ആണ്. ഇതൊരു കോമ്പൗണ്ട് പോലെയാണ്. ഇവിടെ തൊട്ടടുത്ത് വേറെ കുറേ ഇതുണ്ട്. കുറേ ഫോറിനേഴ്സ് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ ബെഡ് ഇതാണ്. വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ 2 പേർ ഇത് കിട്ടുന്നുണ്ട്, ഇവിടുത്തെ സ്ലിപ്പേഴ്സ് പോലെ. പിന്നെ കെറ്റിലുണ്ട്. ഇവിടെ കെറ്റിലുണ്ട്. ഷുഗർ, കോഫി, ടീ കൊടുത്തിട്ടുണ്ട്. സ്പൂണുണ്ട്. ഒരു മിനി ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിനകത്ത് കറണ്ടിൽ ഒന്നുമില്ല. ടി വി ഉണ്ട്. വൈഫൈ അവൈലബിൾ ആണ് ഇവിടെ. സ്മോൾ വാർഡ്രോബ് പോലെ നമുക്ക് ജാക്കറ്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു. അതെ, വാഷ്റൂം നോക്കാം. ഇതാണ് വാഷ്റൂം. ടോയ്ലറ്ററീസ് ഒക്കെ ആവശ്യത്തിനുള്ളതുണ്ട്. ഷവർ ജെൽസ്, സോപ്സ് എല്ലാം ടോയ്ലറ്ററീസ് ആവശ്യത്തിനുള്ളതുണ്ട്. ഷവർ ഏരിയ ആയാലും ഇങ്ങനെ നല്ല ഷവർ ഏരിയ തന്നെ ഇവിടെ ബോഡി വാഷും ഷാമ്പുവും കണ്ടീഷണറും എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഹെയർ ഡ്രയർ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് റൂം. ഇപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുള്ള ഹോട്ടൽ റൂമിൻ്റെ വെളിയിലുള്ള കാഴ്ച കാണിച്ചു തരാം. ഇതാണ് വ്യൂ. സോ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ പാലസ് സ്ക്വയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 കിലോമീറ്റർ ആയിട്ടാണ്, പക്ഷെ ഞങ്ങൾ വാക്ക് വിചാരിച്ചു. നല്ല സ്നോഫാളും ഉണ്ട്. ഇവിടെ ട്രാം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു സിഗ്നലാണ്. ഇതാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. ഇതാണ് ട്രാം. ഇവിടെ ഞങ്ങള് യാൻഡെക്സ് മാപ്പ് ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ടെസ്ലയൊക്കെ ഉണ്ടല്ലോ. ഓൾഡ് ടെസ്ലാണോ ആയിരിക്കണം. അമേരിക്കൻ കമ്പനീസ് എല്ലാം ഇവിടെ ഇല്ലാത്ത, പക്ഷെ ഇവിടെ ടെസ്ല ഉണ്ട്. സോ ഇന്ന് ഞങ്ങള് പാലസ് സ്ക്വയറിലേക്ക് പോകുന്നു. ഇവിടെയൊക്കെ ഹെർമിറ്റാജ് പോകുന്നു. പിന്നെ ഒരു മെയിൻ ഒരു ഫുഡ്, അതായത് ഒരു ഡോണറ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ടെന്ന്. അത് ഇവിടത്തെ ഒരു ഓൾഡ് ഡോണറ്റ് പ്ലേസ് ആണ്. ഐ മീൻ ഒരുപാട് ആൾക്കാർ അവിടെ പോയി കഴിക്കുന്നതാണ്. സോ ഞങ്ങളും പോയി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അവിടുത്തെ കോഫിയും ഡോണറ്റും. സോ എന്തായാലും ഈ സ്ട്രീറ്റിന്റെ വ്യൂ ആണ് നമുക്ക്. ഓ, ഇത് ഫുള്ള് റൊമാൻറ്റിക് ആണല്ലോ. വാലന്റൈൻസ് വീക്ക് ആയതുകൊണ്ടുള്ള അത് ആരൊക്കെ ലെറ്റർ ഒക്കെ എഴുതിയിട്ടാവല്ലേ. അത് വെറുതെ ഇതിനു വേണ്ടി ഒക്കെ നോക്കി. ഇത് ഇവിടത്തെ കൈൻഡ് ഓഫ് തിയേറ്റർ ആണെന്ന് തോന്നുന്നു. ആണോ? ഇതെന്തോ തിയേറ്റർ സെറ്റപ്പ് എന്തോ കണ്ടാണ്. തിയേറ്റർ ആണ്. ഇവിടെയുള്ള ബിൽഡിങ്സ് എല്ലാം നല്ല പഴക്കമുള്ള ബിൽഡിങ്സ് ആണ്.
പക്ഷെ അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഈ ബിൽഡിങ്ങിൻ്റെ ഉണ്ടാക്കിയ ഇയർ നോക്ക്, 1848 ബിൽഡിംഗ് ആണിത്. അതവർ മോഡേണൈസ് ചെയ്ത് അവിടെ ഷോപ്പിംഗ് മാൾസും എല്ലാം അവിടെ തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. സോ ഇന്നലെ നമ്മൾ മോസ്കോയിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഉണ്ട് അല്ലേ ക്രിസ്മസ് വൈബ്, ഡെക്കറേഷൻസും കാര്യംസും എല്ലാം ഇവിടെ തന്നെ. ഇവിടെ സ്റ്റിൽ സ്നോ വീണുകൊണ്ടിരിക്കുകയാണ്. കാറെല്ലാം ഏകദേശം മൂടിയിരിക്കുകയാണ്. രസമുണ്ട് ഇതാണ്. പിന്നെ ഫ്ലോർസ് എല്ലാം നല്ല സ്ലിപ്പറിയാണ്. ഈ മഞ്ഞ് വീണ് ഈ ഫ്ലോർസ് എല്ലാം നല്ല സ്ലിപ്പായിട്ട് കിടക്കുവാണ്. സോ ഞങ്ങൾ പാലസ് സ്ക്വയർ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ അതെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നു. സോ ഇത് ഈ ക്യാൻറ്റീൻ എവിടെ വരുന്നത് വെച്ചാൽ കസാൻ കത്തീഡ്രലിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെയാണ് കസാൻ കത്തീഡ്രൽ വരുന്നത്. ഇവിടെയാണ് വരുന്നത്. അവിടെ ആയിട്ടാണ്. ആൻഡ് ഇതൊരു ലേക്കാണ്. സോ ഇവിടെയാണ് കസാൻ കത്തീഡ്രൽ. ഇവിടെയാണ് ഇത് വരുന്നത്, ക്യാൻറ്റീൻ വരുന്നത്. സോ ഞങ്ങൾ ക്യാൻറ്റീനിലേക്കാണ് കയറി പോകാറ്. സോ നമ്മൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് നമ്മുടെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെ ബ്രെഡ്സ് ഉണ്ട്, 2 types ഓഫ് ബ്രെഡ്സ് ഉണ്ട്. 5 രൂപയാണ്. പിന്നെ ഇവിടെ ബേക്കറി ഐറ്റംസ്, സാലഡ്സ്. ഞങ്ങൾ ഇന്നലെ പോയതിനെക്കാട്ട് ഭയങ്കര ചീപ്പാണ്. സാലഡ്സൊക്കെ 125 റേഞ്ചാണ്. ബേക്കറി ഐറ്റംസൊക്കെ 45 സംതിങ് ഒക്കെയാണ് വരുന്നത്. സോ ആൻഡ് ഇവിടെയും ബേക്കറി ഐറ്റംസ് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ കറി ടൈപ്പ് ഇരിപ്പുണ്ട്, റൈസ് ഉണ്ട്, പാസ്താസ് ഉണ്ട്. പാസ്ത ഐ തിങ്ക് മിൻസ്ഡ് ബീഫ് ടൈപ്പാണ്. പഫ്യൂട്ട് ഉണ്ട്. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മീറ്റ് ബോൾസ് ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഐറ്റംസ് ഉണ്ട്, ഫിഷ് ഉണ്ട്. നിങ്ങൾക്കതിനകത്ത് റേറ്റ് കാണാം, ചീപ്പാണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജ്യൂസസ് ഉണ്ട്. 50 രൂപയുടെ ഉള്ളൂ. പിന്നെ പേസ്ട്രീസ് ഉണ്ട്. ഇവിടെ വെള്ളത്തിനാണ് റേറ്റ് കൂടുതൽ. പേസ്ട്രി ആ റേഞ്ചാണ്. പിന്നെ ഇവിടെ കോഫി ആൻഡ് ഐറ്റംസ്. പിന്നെ ഇവിടെ കോഫി കിട്ടും. ഇവിടെ ജിഞ്ചർ ടീക്ക് 50, നോർമൽ ടീക്ക് 60. പിന്നെ നമുക്ക് ക്യാപിച്ചിനോ അങ്ങനത്തെ ഇതൊക്കെ. ഞങ്ങൾ എന്തായാലും ഫുഡ് എടുത്തിട്ട് ബാക്കി എന്തൊക്കെ ഞങ്ങൾ എടുത്തതെന്നുള്ള കാണിച്ചത്. ഞങ്ങൾ ഈ ക്യാൻറ്റീനിൽ വന്നിട്ട് എടുത്ത ഫുഡ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഇതൊരു ചിക്കൻ, പിന്നെ ഒരു ബീഫ് സ്റ്റേക്ക് പോലത്തെ ബീഫ്, പിന്നെ മിൻസ്ഡ് മീറ്റ് പാസ്ത, ഒരു ക്രോസോൺ, പിന്നെ ഒരു മീറ്റ് സൂപ്പ്, പിന്നെ 1 പിലാവ്. ഇത്രയാണ് ഞങ്ങളെടുത്തത്. ഇതിനെല്ലാം കൂടി ഞങ്ങൾക്ക് ടോട്ടൽ ബില്ലായത് 790 രൂപീസ്. ഞങ്ങൾ ഈ ഫുഡിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പിലാവ് സെറ്റാണ്, ബീഫാണ്. ഇത് നമ്മുടെ കയ്യിൽ ഓഫ് ഒരു ബിരിയാണി ടേസ്റ്റാണ്. മിൻസ്ഡ് ബീഫാണ്. ടേസ്റ്റ് ആവറേജ്, സോൾട്ട് ഇല്ല, കുറച്ച് ഏറ്റവും സോൾട്ടില്ല. പിന്നെ ഇവിടെ നമ്മളപ്പോൾ നല്ല ഓയിലൊക്കെ ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. സിമിലർ കൈൻഡ് ഓഫ് ടേസ്റ്റ് മോസ്റ്റ്ലി. ഞാൻ ബീഫ് ഒന്ന് വേണം ട്രൈ ചെയ്യാം. അധികം മസാല ഇല്ല, പെപ്പറും സോൾട്ടിട്ട്. നമ്മൾ ബീഫ് പാറ്റി ബർഗർ ഇല്ലേ, ബീഫ് പാറ്റി സെയിം അത് തന്നെ. സോ ഞങ്ങളിത് കഴിക്കട്ടെ. ഈ ബ്രിഡ്ജ് ഞങ്ങൾ ക്രോസ് ചെയ്യാണ്. ഇവിടെ ഒരു ലേക്കാണല്ലോ അതിൻ്റെ അടിയിൽ. ലേക്കിൻ്റെ നെയിം ഏതാണെന്നറിയില്ല. ഞാനിത് ഫുള്ള് ഫ്രീസായി കിടക്കുവാണ്. ഇവിടെ ചർച്ച് കാണാം. അവിടെ നമുക്ക് ചർച്ച് ഓഫ് സേവിയർ ഓൺ ബ്ലഡ് കാണാം. പിന്നെ ഇതൊരു കനാലാണ്.
ഗ്രിബോർഡോ കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള കനാലാണ്. ഞങ്ങൾ അതിനോടുള്ള ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പാലസ് സ്ക്വയർക്ക് ഒരു 1 കിലോമീറ്റർ നടക്കും. ഈ ഒരു കനാലിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന സിറ്റി പോലെ ഉണ്ടല്ലേ. ഐ മീൻ നേവാ റിവറാണ് മെയിൻ, ബട്ട് ഒരു കനാൽസ് അതിൻ്റെ സൈഡിലായിട്ട് ഇതിനെന്തൊരു സംഭവങ്ങൾ. മറ്റേ വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്ന പോലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിന് അങ്ങനെ ഒരു നിയമമുണ്ട്. നോട്ട് ഷുവർ, ഞാനവിടെ വായിച്ചാണ്. ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞുള്ള സിറ്റി പീറ്റർ ദ ഗ്രേറ്റ് 1703 നേവാ റിവറിന് ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു സിറ്റിയാണ്. ഇവിടുത്തെ ആർക്കിടെക്ചറും വാട്ടർവേസും ഭയങ്കര വാസ്റ്റാണ്. റിവേഴ്സ് ആൻഡ് കനാൽസ് എല്ലാതും ഭയങ്കര കണക്റ്റഡാണ്. അത് ത്രൂ ആയിരുന്നു, അങ്ങനത്തെ ഒരു ആർക്കിടെക്ചറാണ് ഈ സിറ്റിക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ വെനീസിൻ്റെ പോലെ, സോ ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഈസ് ഓൾസോ നോൺ ആസ് വെനീസ് ഓഫ് ദ നോർത്ത്. അങ്ങനെ ഒരു തിങ് ഉണ്ട്. റഷ്യയുടെ മോസ്റ്റ് ഫേമസ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയമായ ഹെർമിറ്റേജിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഹെർമിറ്റേജ് എന്ന് പറഞ്ഞാൽ 1764 എംപ്രസ് കാത്തറിൻ ദ ഗ്രേറ്റ്. കാത്തറിൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ പീറ്റർ ദ ഗ്രേറ്റ് ആണ് മോസ്റ്റ് ഫേമസ് എംപററിന് ശേഷം, റഷ്യയുടെ ഹിസ്റ്ററി തന്നെ മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് ഗ്രേറ്റ് എംപറർ എന്ന് പറയുന്നത് കാത്തറിൻ ആണ്. കാത്തറിൻ ആക്ച്വലി ഒരു ജർമ്മൻ ലേഡിയാണ്. ഈ കാത്തറിന് ബെർലിൻ എന്നുള്ള പ്ലേസിൽ നിന്നുള്ള ഒരു ആർട്ട് ഡീലറിൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ട് റൂംസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ വാങ്ങും. കാത്തറിൻ ആക്ച്വലി ലിറ്ററേച്ചർ, ആർട്ട് ഇതൊക്കെ പഠിച്ച് ഭയങ്കര അതിനോട് ക്രേസുള്ള ആളായിരുന്നു. സോ അത് പ്രൈവറ്റായിട്ട് തൻ്റെ പാലസിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അത് ആദ്യം പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടല്ലായിരുന്നു, പിന്നെ ഇതൊരു മ്യൂസിയമായിട്ട് പബ്ലിക്കിനായിട്ട് കൊടുത്തതാണ്. സോ അത് കാണാൻ പോകാൻ നമ്മൾ പോകുന്നത് ഹെർമിറ്റേജ്. 1764 ഇത് ഇങ്ങനൊരു മ്യൂസിയമായി മാറ്റിയത് ഹെർമിറ്റേജ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളിപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാലസ് സ്ക്വയർ വന്നിരിക്കുകയാണ്. സോ ബാക്കിൽ ഹെർമിറ്റേജ് കാണാം. ആൻഡ് ഇതാണ് പാലസ് സ്ക്വയർ വരുന്നത്. ഇവിടെ ചുറ്റും ഉള്ള ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സറൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഇവിടെ ഒരു പില്ലറും കാണാം. സോ ഞങ്ങളിപ്പം ഹെർമിറ്റേജിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ പോയി ടിക്കറ്റ് എടുത്ത് അകത്തെ കാഴ്ചകൾ കാണാം. ഹെർമിറ്റേജ് എന്നുള്ളത് ആക്ച്വലി ഒരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് പാലസ് ഓഫ് സോളിറ്റ്യൂഡ്. അത് കാത്തറിൻ്റെ പേഴ്സണൽ കളക്ഷൻ ഓഫ് തിങ്സ് ആയിരുന്നു, ഫർണിച്ചേഴ്സ് ആൻഡ് അതർ ആർട്ട് വർക്ക്സ്. പിന്നെ അത് സാർ നിക്കോളസ് I അത് പബ്ലിക്ലി ഓപ്പൺ ചെയ്തു 1852. സോ ഫസ്റ്റ് അതൊരു സ്മോൾ ഹെർമിറ്റേജ് എന്നായിരുന്നു വിളിച്ചിരുന്നത്, പിന്നെ ഓൾഡ് ഹെർമിറ്റേജ്. പിന്നെ അത് കുറേ കളക്ഷൻസ് കൂടി അതിന് ന്യൂ ഹെർമിറ്റേജ് എന്നുള്ള നെയിമാണ് കൊടുത്തത്. ഹെർമിറ്റേജിലേക്ക് കയറി ഇവിടെ ടിക്കറ്റ്സ് എടുക്കുന്നതിന് അങ്ങോട്ട് പോവാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന മിഷൻസാണ് വെച്ചിരിക്കുന്നത്. സോ മെയിൻ മ്യൂസിയം കോംപ്ലക്സിലേക്ക് 700 റൂബിൾസ് ആണ് ഉള്ളത്. സോ ഇവിടെ ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ട്. ഇവിടെ പൈസ ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ക്യാഷ് ഉണ്ട്. എല്ലാതും എടുക്കും. 2 ടിക്കറ്റ് ഇട്ടു. സോ ഇതാണ് ടിക്കറ്റ്. ഹെർമിറ്റേജിലെ ടിക്കറ്റ്. ലെറ്റ്സ് ഗോ. ഇത് ആക്ച്വലി സുവനീർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ടിക്കറ്റ് ആണല്ലേ? അത് അവർ വാങ്ങിയിട്ടില്ലെങ്കിൽ ലെറ്റ്സ് സീ, വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അത് 1400 ആണ് ടിക്കറ്റ് പ്രൈസ്. ഇവിടെ ഫുള്ള് സ്നോ ആണ്, ഫുള്ള് കവേർഡ് ആയിട്ട് കിടക്കുകയാണ്. സ്നോ അടിച്ച് നമുക്ക് പോകേണ്ട വഴി മാത്രമാണ് അവർ ക്ലിയർ ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറി നോക്കുവാണ്. ടിക്കറ്റ് എന്തായാലും എടുത്തിട്ടുണ്ട്. ടിക്കറ്റുമായിട്ട് അകത്ത് കയറി നോക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ അകത്തോട്ട് കയറണമെങ്കിൽ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ജാക്കറ്റ്സും ബാഗും എല്ലാം ഉള്ള വെക്കണം. സോ അതിന് ശേഷമേ എൻട്രൻസ് പറ്റത്തുള്ളൂ. സോ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ജാക്കറ്റ്സ് വെച്ച് അതിൻ്റെ ടോക്കൺ എടുത്തിട്ട് ഇപ്പം എൻട്രൻസിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹെർമിറ്റേജ് മ്യൂസിയം. സോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതിൻ്റെ സ്റ്റേഴ്സ് കയറിയിട്ട് പോകുന്ന ആ ഒരു ഏരിയ ആണ്. ഞങ്ങൾ ഹെർമിറ്റേജ് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി. മോസ്റ്റ്ലി ഇത് കാത്തറിൻ ദ ഗ്രേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മേ ബി ഫസ്റ്റിലുള്ള ലേഡി അല്ലേ, എംപ്രസ്. ആൻഡ്
ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആർട്ട് വർക്കാണ്. ഇവിടെ ഫുള്ള് ഈ മുകളിലത്തെ സീലിങ്ങും വാൾസും എല്ലാം. ലക്ഷറി. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇത് പാലസ് ആണല്ലോ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ കാണാൻ ഒരു ഫുള്ളൊരു വൈറ്റ് പെയിൻറ്റും വൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഐ തിങ്ക് ഇതൊക്കെ മാർബിൾസ് ആണ്. വൈറ്റ് ആൻഡ് ഗോൾഡൻ. ആൻഡ് ഈ ഗോൾഡൻ ഇവിടെ ഇങ്ങനെ ഒരു കാർപ്പറ്റ് പോലെയാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ ഓഡിയോ ഗൈഡ്സ് അവൈലബിൾ ആണ്. 500 രൂപ. 500 റൂബിൾസ്. ഇവിടെ മമ്മി ഉണ്ടടി. അത് സോ ഇനി ഇവിടെ എന്തൊക്കെ ഉള്ളതെന്ന് കാണാം. റഷ്യനാണല്ലതും. വിട്ടുമോനെ റഷ്യന അല്ല ഇവിടെ ഇംഗ്ലീഷിലുണ്ട്. കാണുന്നതാണ് ഡിയർ സ്റ്റോൺ. ഇത് 6th 7th സെഞ്ചുറീസിലുള്ള, ഇത് ബിഫോർ ക്രൈസ്റ്റ് കണ്ടെടുത്ത ആ ടൈമിലുള്ള ഒരു സ്റ്റോൺ ആണ്. ഫേസ് ഉണ്ട്, ബട്ട് ഇതിനകത്തത് ക്ലിയർ അല്ല. സണ്ണ് മേ ബി സം കൈൻഡ് ഓഫ് അവരുടെ ആരാധിക്കുന്ന എന്തെങ്കിലും സ്റ്റോൺസ് ഓർ സംതിങ്. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ 6th 7th BC, അതായത് ബിഫോർ ക്രൈസ്റ്റിലുള്ള ഐറ്റംസ് ആണ്. ഇവിടെ ഒരു ബെൽറ്റ് കാണാം. അതിനകത്ത് അയൺ ഉള്ള ഫിറ്റിങ്സ് ഉള്ളൊരു ബെൽറ്റ് കാണാം. പിന്നെ ഇവിടെ ഒരു പിക്കാക്സ് കാണാം, ഒരു ഡാഗറുണ്ട്, ആൻഡ് ഒരു നൈഫുണ്ട്. ഇതൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായത് പിന്നീട് കണ്ടെടുത്ത വസ്തുക്കളാണ്. ഇവിടെ ആ കാണുന്ന അവിടെ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു ഇയറിംഗ് ആണ്. ബാക്കിയെല്ലാം മാലയുടെ ബീഡ്സ് ആണ്. ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ കണ്ടെടുത്തൊരു സ്റ്റോൺസ് ഒക്കെ. ഇതെന്താ വെച്ചാൽ റിയൽ സ്കൾ ഓഫ് വുമണിൽ ക്ലേ മോഡലിംഗ് ചെയ്തതാണ്. റിയൽ സ്കള്ളുമ്പോൾ ക്ലേ മോഡൽ ചെയ്തത്. ഫസ്റ്റ് കാണുന്ന വൈറ്റ് ഒരു വുമൻ്റെ. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു താഴെ കാണിക്കുന്നത് ഒരു ബ്രെയ്ഡാണ്. അതായത് മെയിൽ ഹെയർ ബ്രെയ്ഡാണ്. അതിലെന്തോ ക്ലിപ്പും ഹെയർ പിൻ പോലത്തെ സംഭവമുണ്ട്. പിന്നെ മേലെ കാണുന്നത് ഒരു മമ്മിഫൈഡ് ഹെഡാണ്. അതിന് ഒരു ഡെത്ത് മാസ്ക് പേര് പറഞ്ഞ ഒരു മാസ്കാണ്. അതിൻ്റെ ഇത് കാണാം നമുക്ക്. ഇതിൻ്റെ ഒരു സ്കള്ള് കാണാം, റിയൽ ആ ഒരു ടീത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഒരു ഗ്രേവിന്ന് കിട്ടിയ ഐറ്റംസ് ആണ് ഇതൊക്കെ. അത് എന്നിട്ട് ക്ലേ മോഡൽ അതിനെ മേലെ ചെയ്ത് വെച്ചേക്കോ. ക്ലേ മോഡൽ ഇവർ മരിക്കുമ്പോഴത്തേക്കും മമ്മിഫൈഡ് ആണ്. അതായിരിക്കും. അതെ, അതായത് ഇവർ മരിക്കുന്ന സമയത്ത് അവരുടെ കൾച്ചറില്ല, നമ്മൾ മറ്റേ ഇത് മമ്മി പോലെയല്ലേ, അതുപോലെ. ഇതും ഫീമെയിൽ ഹെയർ. ഇതൊക്കെ ഒരു നോർവേ വൈക്കിംഗ് സ്റ്റൈലാണ് ഇവരുടെ ഹെയർ സ്റ്റൈലെല്ലാം. ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഇത് കണ്ടോ, ഇതൊക്കെ ഒരു വൈക്കിംഗ് കൾച്ചർ. നോർവേ ആ ഒരു ഏരിയയിലുള്ള ഒരിതാണ് ഇത്. പക്ഷേ റഷ്യൻ ആൾക്കാരുടെയാണ്. ഇവിടെ കാണുന്ന ഒരു മമ്മിയാണ്. അതായത് 3rd സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു ആ സമയത്ത് മരണപ്പെട്ട ഒരു ഫീമെയിലിൻ്റെ ബോഡി മമ്മിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടെടുത്ത സമയത്ത് ആ ഒരു രീതി അവർ ബറിയൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ആൻഡ് ഇവരുടെ തലയിൽ എപ്പോഴും ഇങ്ങനൊരു ക്ലേ കൊണ്ടുള്ളൊരു മാസ്ക് അവരുണ്ടാക്കി വെക്കും. അത് വെച്ച് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെ ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ടാണ് അവരെ ബറിയൽ ചെയ്യുന്നത്. ഇത് 3rd സെഞ്ചുറിയിൽ യൂസ് ചെയ്തിരുന്ന മാസ്ക്, അതുപോലുള്ള ബാക്കി ഓർണമെൻറ്റ്സ്, ഇത് ഒരു ഹെഡ് വെയർ, അങ്ങനത്തെ ഐറ്റംസാണ്. ഇതെല്ലാം ഗോൾഡ് വെച്ചുള്ളതാണ്. ഇതെല്ലാം 3rd സെഞ്ചുറിയിൽ യൂസ് ചെയ്തിരുന്ന ഐറ്റംസാണ്. ഇത് ഇവിടെ കാണുന്നൊരു ക്ലിയോപാട്രയുടെ സ്റ്റാച്ചു ആണ്. ഇവിടെ എല്ലാം ഒരു മമ്മിഫൈഡ് സ്റ്റാച്യൂസാണ്. മമ്മിയുടെ ഒരു സ്റ്റാച്ചു. ഇതിനകത്ത് ഒറിജിനൽ മമ്മിഫൈഡ് ബോഡീസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കാണുന്നതെല്ലാം പോർട്രേറ്റ്സ് ആണ്. ഈ കാണുന്നത് നെപ്പോളിയൻ്റെ ഒരു പോർട്രേറ്റാണ്. ആൻഡ് ഇവിടെ കാണുന്നത് പീറ്റർ 1 എന്നുള്ള കിങ്ങിൻ്റെ പോർട്രേറ്റാണ്. കിങ്ങിൻ്റെ ഒരു എംപററിൻ്റെ പോർട്രേറ്റാണ്. ആൻഡ് ഇവിടെ ബാക്കിയുള്ള പോർട്രേറ്റ്സ് കാണാം. ഇത് നെപ്പോളിയൻ്റെ ഒരു ഇത് നെപ്പോളിയൻ്റെ പോർട്രേറ്റാണ്. ഇത് കാണുന്നത് പോർട്രേറ്റ് ഓഫ് ലൂയിസിൻ്റെ ആണ്. മാർബിൾ വെച്ചുണ്ടാക്കിയ ഒരു റോമൻ വർക്കാണ്. ഒരു റോമൻ ടൈമിലുണ്ടായിരുന്ന ഒരു ആർട്ട് വർക്കാണ്. 5th സെഞ്ചുറിയിലുണ്ടായിരുന്ന ഒരു ആർട്ട് വർക്കാണ് ബിഫോർ ക്രൈസ്റ്റ്. ഇത് കൈൻഡ് ഓഫ് ഒരു ചാപ്പൽ പോലെ. അതിൻ്റെ അകത്തുള്ള ചാപ്പലാണിത്. അവിടെ ജീസസ് ക്രൈസ്റ്റിനെ കാണാം.
ആൻഡ് ഇവിടെ ആയിരിക്കണം അവിടുത്തെ പ്രീസ്റ്റ് ഇരുന്ന് ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. സി ഇവിടെ കണ്ടോ, ഒരു മാരേജ് ഫോട്ടോയുടെ ഒരു ആ ടൈമിലുള്ള മാരേജിൻ്റെ ഒരു ഫോട്ടോ ഡ്രോയിങ് കാണാം, ഒരു പിക്ചർ കാണാം. ഇത് ഓക്കെ, ഇത് നിക്കോളാസ് സെക്കൻഡിൻ്റെ വെഡ്ഡിങ് ഡേയുടെ ഒരു പോർട്രേറ്റാണ്. സോ ഇതൊരു ചർച്ച് ചാപ്പലാണ്. ഇതിൽ നമുക്ക് കാണുന്നത് ഒരു ബേബിയുടെ വെസ്റ്റാണ്. വെസ്റ്റ് മീൻസ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന ഡ്രസ്സ് ഉണ്ടാവില്ലേ, അതായത് ഇതാരാ വെച്ചാൽ ഗ്രാൻഡ് ഡച്ചസ് അനസ്തേഷ്യ നിക്കോളോവ. ഇത് എംപ്രസ് നിക്കോളാസ് ടൂൻ്റെ യങ്ങസ്റ്റ് ഡോട്ടറാണ്. ഈ ഡച്ചസ് എന്നുള്ളത് നമ്മൾ മറ്റേ ഇത് കാണുമല്ലേ സീരീസ് എന്തേലും ബ്രിജിറ്റൻ അല്ല, ബ്രിജിറ്റനിൽ കുറേ ഇല്ലായിരുന്നോ? ഓക്കെ അതെ, അതേപോലെ അനസ്തേഷ്യ. ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ കോളർ സൂം ചെയ്ത് കാണാൻ പറ്റുമോ അറിയാം, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എംപ്രസ് അല്ല, ആ എംപ്രസ് ആണ്. ബ്രിജിറ്റനിലല്ല, എംപ്രസ് എന്ന സീരീസിലുണ്ട്. കുട്ടി ഉണ്ടാകുന്ന എംപ്രസിൻ്റെ കുട്ടികളെ പറഞ്ഞു. അതെ, കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇതിലെ കോളർ നമുക്ക് കാണാൻ ഒരു മാർക്കുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റും എനിക്കറിയില്ല. 24/1901. 24 എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 24 പീസ് ഓഫ് ക്ലോത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട്. ആ കുട്ടിക്കപ്പുണ്ട് 2 ഡസൻ ക്ലോത്ത്, അതാണ് 24. സെയിം സാധനത്തിന് 24. 1901 എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്. അതെ, ഇത് വേറെ നിക്കോളാസ് ടൂൻ്റെ വേറൊരു കുട്ടി ബാറ്റിസ്റ്റ പറഞ്ഞ കുട്ടീൻ്റെ ഒരു ഡ്രസ്സാണ്, എംബ്രോയ്ഡറി ഡ്രസ്സ്. അതവിടെ കാണിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ബാക്കിയുള്ളത് ഈ ചർച്ചിലുണ്ടായിരുന്ന ഒരു ബിലോങ്ങിങ്സാണ് ഇവിടെ വെച്ചിരിക്കുന്ന. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ യൂസ് ചെയ്തിരുന്ന ഇതെന്താ നോക്കല്ലേ ഐറ്റംസൊക്കെ ആണെന്ന് തോന്നുന്നു. കൗണ്ട് ഇവിടെ കുറേ നമുക്ക് ഇങ്ങനത്തെ ടേംസ് കാണാം, ഡൊച്ചസ്, കൗണ്ടസ്, അതൊക്കെ. അപ്പോൾ ഇതൊരു കൗണ്ട് നിക്കോളൈസ് എന്ന് പറഞ്ഞ ആളുടെ ഒരു സ്നഫ് ബോക്സ് ആയിരിക്കും. എന്താണ് സ്നഫ് ബോക്സ് ആക്ച്വലി എന്താണെന്ന് അറിയില്ല കേട്ടോ, പക്ഷെ അത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതും ബാപ്റ്റിസം ക്രോസസും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുഷൻ. ഇത് ടേബിൾ പീസ് പോലെ. പെട്ടെന്ന് നമ്മൾ ഇന്നലെ കണ്ടില്ല ഗോസ്പെൽ. ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബുക്ക്. ബൈബിൾ പറഞ്ഞ പോലെ ഒരു ബുക്കാണ് തോന്നുന്നുണ്ട് പെട്ടെ, പക്ഷേ അങ്ങനെ കുറേ അറിവില്ല നമുക്ക്. പക്ഷേ ഗോസ്പെൽ എല്ലാ ബുക്കിൻ്റെ പേരിൽ ഞാൻ ഗോസ്പെലിന് കണ്ട് അറിയില്ല. ഇത് ക്രോസാണ് ഓരോ. ഇതൊക്കെ എന്താ വെച്ചാൽ ഗോൾഡ്, സിൽവർ, ഡയമണ്ട്സ് കണ്ടിട്ടില്ലേ? റിയൽ ഡയമണ്ടാണ്. ഈ താഴെയുള്ള ഗോൾഡ്, അതിൻ്റെ മേലുള്ള കോട്ടിങ് ഗോൾഡ്, അതൊക്കെ. ഇതെല്ലാതും ഗോൾഡും സിൽവറും. ഇതിന് എമറാൾഡും ഉണ്ട്. എമറാൾഡ് ഉണ്ട്, റോസ് കളർ എമറാൾഡ് ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ഒക്കെ വരുന്നത് ചെറിയ തുകയൊന്നും അല്ലായിരിക്കും. എല്ലാതും സിൽവർ മേലെ, സിൽവർ ഗോൾഡ് അതൊക്കെ. ഇവിടെ നമുക്ക് കാണുന്നത് ലൈഫ് ഗേൾസ് ഉണ്ടാവില്ലേ പാലസിലെ, അവരുടെ യൂണിഫോമാണ്. ഇതിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത് ഫ്രഞ്ച് കോട്ട് എന്നാണ് പേര് പറയുന്നത്. അതാണ്. പിന്നെ ജനറൽസിൻ്റെ യൂണിഫോം, ആർമിയിൽ ടോപ്പ് നിൽക്കുന്ന ജനറൽസിൻ്റെ യൂണിഫോമാണ്. ആ സമയത്ത് അത് യൂസ് ചെയ്യുന്ന സോഡ് ആൻഡ് ഗണ്ണ്, അതിൻ്റെ ഒരു ഇതിൽ ആക്ച്വലി അയൺ, ബ്രാസ്, വുഡൊക്കെ ഉണ്ട് തോന്നുന്നു. അല്ല, അത് പിസ്റ്റളല്ലേ? ഇതെന്താ? എനിക്ക് തോന്നുന്നത് ഇത് ഗണ്ണാണ്, ഗണ്ണിൻ്റെ ബുള്ളറ്റാ. ബോൾ ഫ്രം കാൻഡിയർ ഷോട്ട്, കാനിസ്റ്റർ ഷോട്ട്. അതന്നെ. അതെ, ഇത് ഈ സാധനം ഇതിനകത്ത് മറ്റേ വെടിമരുന്നില്ലേ, വെടിമരുന്ന് നിറച്ചിട്ട്. ഇതിൻ്റെ ലോഡിങ് ടൈം ഭയങ്കര കൂടുതലാണ്. എന്താ ഏതെങ്കിലും ഗെയിമിലുണ്ടായിരുന്നോ? പക്ഷെ ഗെയിമിൽ വരില്ലല്ലോ ഇതൊന്നും. ആര് പറഞ്ഞു? ഏത് ഗെയിമാ? എത്ര ഗെയിമുകളുണ്ട്. ഇത് അസാസിൻ ക്രീഡ് സീരീസിലൊക്കെ പഴയ ഇതല്ല കാണിക്കുന്നത്. ഇതെന്തത്? ഈ ഒരു റൂം മൊത്തത്തിൽ അവിടെ യൂസ് ചെയ്ത യൂട്ടൻസിൽസ് ആണ്. ട്രോഫീസ്. ഇത് മേ ബി ഗിഫ്റ്റ്സ് കിട്ടിയതായിരിക്കും. ഇതെല്ലാം കപ്പുകളാണ്. കപ്പ്, ഐ മീൻ ഒക്കെ കപ്പാണ് ആക്ച്വലി.
ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് കപ്സ്. ഇത് ഇത് ജർമ്മനിയിൽ നിന്നുള്ള കപ്പാണ്. ഒരു ഇതൊന്ന് ഹെന്നിൻ്റെ ഷേപ്പുള്ള ഇതൊക്കെ ഗോൾഡ് ആണോ ഇതെല്ലാം? ഇത് മോസ്റ്റ്ലി സിൽവർ ആട്ടോ. സിൽവർ ആൻഡ് ഗോൾഡ്. സിൽവർ ഉണ്ട്, സഫയർ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടത്തെ തീമായിട്ട് യോജിച്ചു വന്നൊരു റൂമാണ്. ഇതൊക്കെ നല്ല കപ്പ് ആൻഡ് സോസ് ടീ സർവീസ്. ഇങ്ങനെയായിരിക്കും ഇവർ ടീ കുടിക്കുന്നത്. ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ. അതെ, നമ്മൾ സാധാരണ ഇത് കാണുമ്പോഴത്തേക്ക് കുറേ ഷോക്കേസ് വെക്കുന്ന സാധനമെന്ന് വിചാരിക്കും, പക്ഷേ ഇതല്ല. ഇതവർ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. കുറച്ച് ഓവറല്ലേ ഇതൊക്കെ ഇവരുടെ കളക്ഷനാണ് പല സ്ഥലത്തുനിന്നും ഉള്ളത്. ഈ രാജാക്കന്മാർക്കൊക്കെ ഇതൊക്കെ ഓവറായിട്ട് തോന്നുന്നല്ലേ? എന്തൊക്കെ ഷേപ്പില്ല, ഇല്ലാത്ത ഷേപ്പില്ല തന്നെ. ഷിപ്പ് ഇത് കപ്സ് അല്ല, ഷിപ്പിന്റെ കപ്പല്ലടി ഇത്. ബൗൾ കപ്പ് പ്ലെയിൻ ഇതൊക്കെ കപ്പ. ഷിപ്ലെറ്റ് ഉദ്ദേശിച്ചാൽ അതൊക്കെ തന്നെ ഒരു ഏകദേശം. ഇതൊക്കെ വെറുതെ ഷോപ്പ് പീസ് പോലെ ഇതെടുത്ത് കണ്ട് എന്തെങ്കിലും കുടിക്കൂലല്ലോ ഒരു ഷോപ്പ് പീസിന് തന്നെ. ഇതാണ് വെള്ളം കുടിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഇത് പബ്ലിക്കായിട്ട് വെക്കുന്ന ഇതെന്തറിയോ, വൈൻ ഫൗണ്ടെയിൻ. അപ്പോൾ ഇത് ടേപ്പ് ഇതിൽ വൈൻ വെച്ചിട്ട് ഇതിന്ന് അവർ കുടിക്കുക. ഇതെന്ത് വൈൻ പാത്തട്ടപ്പാണോ? വൈൻ ടപ്പ് കൈൻഡ് ഓഫ് കറക്റ്റ് കേട്ടോ. വൈൻ കൂളർ. അതിൻ്റെ മെറ്റീരിയൽ മേ ബി ഇതിനകത്ത് സിൽവറും ഐസ് വാട്ടറോ അല്ലെങ്കിൽ ഐസോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഫുള്ള് തണുപ്പിച്ച് വെക്കുകയും സംതിങ്. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ അതെടുക്കും തണുപ്പിക്കണം. ഫുള്ള് കവർ ചെയ്യാൻ നിന്നാൽ ഒരു 5 hours വീഡിയോ ഉണ്ട് കണ്ടെടുക്കാൻ തന്നെ. ഇതൊക്കെ സെൻറ്റർ പീസ് ഷോക്കേസ്. നമ്മുടെ വീട്ടിലും ഒന്നൊക്കെ വേണമല്ലോ ഇങ്ങനത്തെ. ഒന്നെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. നമ്മുടെ വീട്ടിൽ കാണും ഫയർ റിയൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് ഇതേ ഗോൾഡൻ കളേഴ്സാണ്. ഫയർ റിയൽ ഷോപ്പ് സീരിയസ്ലി ഇവിടെ ഫയർ റിയൽ ഷോപ്പിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. ഇത് പല കാലഘട്ടത്തിലായിട്ട് വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. ഇതൊക്കെ ഒറിജിനൽ വർക്ക്സ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഇയർ ഏതാണെന്നുള്ളത് ഇതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1689 ഒരു പെയിൻറ്റിംഗ് ആണ് അത്. ശരിക്കും 1689 പെയിൻറ്റിങ് ആയിരിക്കുമോ? 1594 അത് തന്നെ. 1594 വരച്ചൊരു പെയിൻറ്റിങ് ആയത്. മിനിയേച്ചർ വുഡൻ സ്കൾപ്ചർ. ഇതൊരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ് ആക്ച്വലി. ഗ്ലാസ് ആൻഡ് ലെഡ് ലാമെൻറ്റേഷൻ. നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇതിനൊരു ഗ്ലോ ലൈറ്റൊക്കെ വരുന്ന ഗ്ലോയി ഫീലിംഗ് ഒക്കെ ഉണ്ട്. ക്യാമറയിൽ എത്രമാത്രം കാണാൻ പറ്റുന്ന അറിയില്ല. പക്ഷേ ഇതിൻ്റെ പെയിൻറ്റിങ് എന്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ള പെയിൻറ്റ് അറിയില്ല. ബട്ട് നൈസ് വൺ. ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഒരു ഏരിയയിലും ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലെ ഉണ്ട് സുവനീഴ്സിന് വേണ്ടിയിട്ടുള്ള. ഇതാണ് നേവ റിവർ അല്ലേ? പാലസ് എന്നുള്ള വ്യൂ ഇതാണ്. ഇവിടെ നിന്ന് എവിടേക്ക് നോക്കിയാലും നേവ റിവർ. അത് നോക്കുക, റിവറിലെ ആൾക്കാർ. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാം. മേ ബി നമുക്ക് ആ റിവറിൽ കൂടെ വാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എന്ന് ഞാൻ കാണണ്ടല്ലോ അവിടെ റിവറിൽ. വാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വാക്ക് ചെയ്യാൻ പോയതെന്ന് ഇന്ന് ഞാൻ നമ്മുടെ ഹോട്ടലിൽ വിളിച്ച 2 റഷ്യൻസിനെ കണ്ടു എന്ന് പറഞ്ഞില്ല. അവർ ഞാൻ ടൂർ ചെയ്യാൻ സംസാരിച്ചു. അവർ റഷ്യയിൽ എൻ്റെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, റിവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് ഭാഷയും സംസാരിക്കാൻ അവിടെ പോയിട്ട് ഷാവെന്ന് പറയത്തില്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി. അവരെൻ്റെ അടുത്ത് പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യരുതെന്ന്. ഒന്ന്, സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് എല്ലാവരും കാണുന്നവർ നല്ല ആൾക്കാരല്ല. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് അധികം കയറി മിങ്കിൾ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. സ്ട്രേഞ്ചേഴ്സ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണി തരാം. എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഓടിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞത്, റിവർ കണ്ടു കഴിഞ്ഞാൽ വാക്ക് ചെയ്യാൻ വേണ്ടി നോക്കരുത്. ചെന്ന് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈറ്റിൽ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിപ്പോവും. പിന്നെ പൊങ്ങി വരാനും പറ്റൂല എന്നാണ് പറയുന്നത്. ബട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. റോഡ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഒരു ഹോഗ്വാർഡിൽ പോകുന്നൊരു ഫീലിങ്, ഒരു ഹാരി പോട്ടർ ഫീല് അല്ലേ? ഒരു ഹാരി പോട്ടർ ഫീലല്ലേ? ഇവിടെ ഭയങ്കര സൈലൻറ്റ്. ഇതെന്തോ നൈറ്റ്സ് ഹാളാണ്, സ്നൈഡേഴ്സ്. ഡൗൺ ടു ഗ്രൗണ്ട് ഫ്ലോർ, റഷ്യൻ ഫ്ലോർ എന്നെന്തോ ഉണ്ടല്ലേ. ക്ലാസിക്കൽ ആൻറ്റിക്വിറ്റി, ആൻഷ്യൻ്റ് ഈജിപ്ത്, പിന്നെ എക്സിറ്റ് പോയൊക്കെയല്ല. ഇവിടെ എല്ലാം ഗിഫ്റ്റ് ഷോപ്സ് ആണുള്ള. ഇതൊരു ആർമറി.
ഇതൊക്കെ നൈറ്റ്സ് യൂസ് ചെയ്തിരുന്ന ഇത് ആർമേഴ്സാണ്. 15th to 17th സെഞ്ച്വറിയിലുള്ളതാണ്. സി നൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കോമൺ സോൾജേഴ്സ് മാത്രമല്ല, ഈ നൈറ്റ്സും സോൾജേഴ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഈ നൈറ്റ്സ് ആവണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓരോ കിങ്ഡത്തിലും പല പല ക്രൈറ്റീരിയ ഉള്ളത്. ഫാമിലി വൈസ്, ഐ മീൻ ഒരു വെൽ നോൺ ഫാമിലി എന്നുള്ളതായിരിക്കണം. ഇത് നൈറ്റ്സ് യൂസ് ചെയ്യുന്ന ഡാഗർ. ഇത് ഭയങ്കര പോയിൻ്റിയാണ്. നൈറ്റ്സ് തന്നെ പല ഇവർ ബാറ്റിൽസിനെക്കാട്ടി കൂടുതൽ ഇവർ ടൂർണമെൻറ്റ്സിലാണ് പങ്കെടുക്കാറുള്ള. ഒരു ഫൈറ്റിംഗ് ടൂർണമെൻറ്റ് പോലത്തെ. ഇതെന്താ, ഇതെങ്ങനെയായിരിക്കും യൂസ് ചെയ്യണമെന്ന് മനസ്സിലായോ? ഇത് അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യും, അല്ല ഇത് എന്നിട്ട് ഇത് വലിയും അല്ലേ? റൊട്ടേഷനിൽ ട്രാൻസ്ലേഷൻ, എന്നിട്ട് വലിഞ്ഞിട്ട് വിടും ഒറ്റടി. പക്ഷെ ഇത് ഗൺ ഷോട്ട്സ്, അന്നത്തെ ഒരു ഗൺ ഷോട്ടിനെക്കാട്ടി, ഇന്നത്തെ ഒരു ഗൺ ഷോട്ടിനെക്കാട്ടി പവർഫുള്ളായിരുന്നു വന്നത്. കുതിരേനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒറിജിനലി സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ നൈറ്റ്സ് പോകുന്ന ഹോഴ്സസിൻ്റെ ആർമേഴ്സ് വരെ ഉണ്ട്. അങ്ങനെയുണ്ടോ? കാരണം ഇവർ ഒന്ന് വാറിനും പോകും, അല്ലാതെ ഇവർ ഈ നൈറ്റ് ടു നൈറ്റ് ഫൈറ്റൊക്കെ ഉണ്ട്. അപ്പം അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അവർ യൂസ് ചെയ്യുന്ന ഈ സോഡ്സ്, ലോങ് സോഡ്സാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് അവർ മറ്റേ കറക്റ്റ് ഈ പോയിൻ്റ് എഡ്ജ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇതാക്കുന്നത്. പല ടൈപ്പ് അവരുടെ ഇതാണ്. എനിക്ക് കറക്റ്റായിട്ട് നൈറ്റ്സിനെ കുറിച്ച് അറിയില്ല, പക്ഷേ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് മറ്റേ എലിഫൻറ്റ് ട്രങ്ക് വെച്ചുണ്ടാക്കിയൊരു, ആനക്കൊമ്പ് വെച്ചുണ്ടാക്കിയൊരു. അത്രക്കൊന്നുമില്ല, ഇത് ഇവിടെ ഉണ്ടാവും. അത് ഏതാ നമ്പർ നോക്ക്? 5 അല്ലേ? സ്റ്റീൽ ബോൺ ഫോർജ്ഡ് ഓക്കേ, അത് ഇത് ബോൺ. കൈൻഡ് ഓഫ് അതന്നെ, ഈ പറഞ്ഞ പോലെ തന്നെ ബോൺ. ഇതിന് ഇതെന്താ സ്പൈക്കോ? ഇതിനെന്താ പറയുന്നത്? 16. ഇതൊക്കറിയാലോ, ഇത് ഗെയിം ഓഫ് ത്രോൺസ് ഇല്ലേ? എല്ലാം ഉണ്ട് ഗെയിം ഓഫ് ത്രോൺസ്. ഓ, ഇത് ജാപ്പനീസ് കൈൻഡ് ഓഫ് തിങ് ആണെന്ന് തോന്നുന്നു. ഇത് ആ ഷേപ്പ് അല്ലേ? ജാപ്പനീസ്. അത് 7 ആണ്. വേറെ 7. ഇത് മറ്റേ താനോസിൻ്റെ ഇതുപോലെ ഉണ്ടല്ലോ, താനോസിൻ്റെ കൈ. ഇത് വെച്ചിട്ട് ഒറ്റ കുത്ത് തന്നാൽ അത് വെച്ച് ഇടിക്കണം. അത് പൊക്കുമ്പോഴത്തേക്ക് നീ തറയുക. ഷൂസ് തന്നെ നോക്കിയാൽ ഇതിൻ്റെ ഷൂ എന്തിനാ കുത്തു കൊടുക്കാനാ? ഇതൊക്കെ ഈ ഒരു ഇതിൻ്റെ എല്ലാവരും പോയിട്ട് അഡ്ജസ്റ്റ് അല്ലേ? അതായത് എന്തെങ്കിലും വരുമ്പോൾ തകർക്കാറല്ലേ അവരെ? കാരണം ഇവരെ പല രീതിയിലുള്ള ഇതിന് യൂസ് ചെയ്യുമല്ലോ. അപ്പം ഈ ആർമേഴ്സ് അവർ ക്യാരി ചെയ്യാൻ അവർക്ക് പറ്റണം. സോ അങ്ങനത്തെ ഇവിടെ ഒരു കുട്ടിയുടെ ഷേപ്പിലുള്ള ഒരു ആർമർ. അതെന്താ നോക്കണം, ഡോർഫാണോ അതോ റിയൽ കിഡാണോ? ഇതോ? അതെ, ഡോർഫല്ല, പറയാൻ പറ്റില്ല. ഇത് 4 ആണ്. കിഡാണ്. ഓ, ചൈൽഡ്സ് ആർമർ. അതെ, ചൈൽഡ് അല്ല. ഇത് കണ്ടോ ഈ ഗണ്ണ്? ഇതൊരു പാറ്റേൺ ആണ്. കാരണം ഫസ്റ്റ് ഒരു ക്യാൻഡിലേബ്രം, പിന്നെ ഒരു കപ്പ് ടേബിൾ ടോപ്പ്, പിന്നെയും ക്യാൻഡിലേബ്രം, പിന്നെ ആ മിഡിലാണ് ആ ഒരു ഇതുള്ളത്. ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. സെൻറ്ററിൽ നിന്ന് എടുത്താൽ ചിലപ്പം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഈജിപ്തിൽ നിന്ന് കളക്ട് ചെയ്ത ഓരോ കിങ്ങിൻ്റെ, ഐ മീൻ അവിടുത്തെ നീലിംഗ് മാനാണ് ഇത്. ആർട്ടിഫാക്ട്സ് ആണ്. ഓ, ഇത് കോഫിനാണോ? കോഫിന്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ വരും കേട്ടോ രാത്രി. മാപ്പറി പ്രൈസ്റ്റ് ഓഫ് ഗോഡ്, ആമോൺ ബോട്ടം ആൻഡ് സൈഡ്സ്. കോഫിൻ്റെ സൈഡും ബോട്ടം പാർട്സും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് എന്താ? അത് മറ്റേ ഷേപ്പ് ആയിരിക്കും അല്ലേ? ഗവർണർ ഓഫ് തേബ്സിൻ്റെ ഫാമിലി ഗ്രൂപ്പാണ്, വൈഫും മദറും. ഇതൊക്കെ ഓരോ കിങ് സ്ക്രൈബ്, അതിൻ്റെ സ്റ്റാച്യു. ഇത് ടെക്സ്റ്റൈൽ ക്യാറ്റ് ആൻഡ് സ്റ്റാച്യു ഓഫ് ക്യാറ്റ്, ബ്രോൺസ് ഗോൾഡ് വെച്ചിട്ടുണ്ടാക്കിയാണ് ഇത്. ഏത്? ഈ ക്യാറ്റ്, ഇതിനകത്ത് ഗോൾഡും ഉണ്ട്. ഓ, അതിൻ്റെ ഇതിന് മാത്രമുള്ള ഗോൾഡ് തോന്നുന്നു. ബ്രോൺസ് ഗോൾഡ്. ഇതൊരു സ്കെച്ച്, സ്റ്റോണുള്ള സ്കെച്ചാണ് തോന്നുന്നു. കോഫിൻസ് അല്ലേ?
കോഫിൻസ്. കോഫിൻ ഓഫ് ഇറ്റ്, ഡോട്ടർ ഓഫ് ഐറ്റിയോ ലീ. അതിനുള്ളിൽ ആളുണ്ടാവില്ല, പക്ഷെ കോഫിനാണത്. ഇതൊക്കെ ആ ടൈമിലുള്ള ഈജിപ്ഷ്യൻസിൻ്റെ ഒരു ആക്ച്വലി ഇതൊക്കെ അവിടുന്ന് കണ്ടെടുത്ത സ്റ്റാച്യൂസ് ആ ആണല്ലോ, ഒരു ടൈമിലുള്ള സ്കൾപ്ചേഴ്സും സ്ട്രക്ചേഴ്സാണ്. വർക്കർ. സ്റ്റാച്ചു ഓഫ് പോട്ട, അതാണ് ഫസ്റ്റ് വൺ. ഇതെല്ലാം ഈജിപ്ത് എക്സ്കവേഷൻ അല്ലേ? ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് ആണ്. സ്റ്റാച്യു ഓഫ് ബബൂൺ അൽബാസ്റ്റർ. ഈ 3rd മില്ലേനിയം BC സമയത്ത് ആൾക്കാർ ഇതിൻ്റെ ബബൂൺ ലുക്കിലുള്ള ഇതാണിത്. ഇതൊക്കെ റിയൽ 20th സെഞ്ച്വറി ബിഫോർ ക്രൈസ്റ്റിനുള്ള കണ്ടെത്തിയ ഫ്രാഗ്മെൻസും കാര്യങ്ങളൊക്കെ. ഇത് റിലീഫ് ഫ്രം ദ ഫെക്കേഡ് ഓഫ് ടോംബ്. ഒരാളുടെ ടോംബ് നോട്ടാണ്. ഇപ്പം അയാളുടെ ഒക്യുപ്പേഷൻ അതിലും കാണിക്കുന്നതാണല്ലോ. എല്ലാത്തിനും ഓരോ മീനിങ് ഉണ്ടാവും. ബേർഡിന് മനസ്സിലായി എനിക്ക്, ഒരു മാന്, പിന്നെ കുറേ ആനിമൽസിൻ്റെ പിക്സ് ഉണ്ട്. ഇതിവിടുത്തെ ഒരു വെച്ചിരിക്കുന്നൊരു മമ്മി ഇതാണ്. ഇത് ഇന്ന ആളുടെ ആണ്, സൺ ഓഫ് അമസിസ് എന്നുള്ള ആളുടെ മകൻ, അമസിസിൻ്റെ മകൻ്റെ ഇതാണ്, ശവകുടീരമാണ്. ഐ മീൻ മമ്മിഫൈഡാണ്. ഇതിനകത്ത് മമ്മി ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രമായിരിക്കും ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു 3 എണ്ണം ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഇവിടെയും കുറച്ച് ഇതേപോലെ പല, ഐ മീൻ ഇതൊക്കെ പല കാലഘട്ടത്തിലാണല്ലേ. ഇത് 7th സെഞ്ച്വറി BC അത്രയ്ക്ക് ഓൾഡായിട്ടുള്ള കോഫിൻസാണ്. ഗിഫ്റ്റ് ഷോപ്പ്, ഹെർമിറ്റാജ് മ്യൂസിയത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ഷോപ്പുണ്ട്. ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ള ടൈപ്പ് ഗിഫ്റ്റ് ഷോപ്സാണ്. ഇവിടെ 200 rupees കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോയിൻ കിട്ടും. എന്തിന്? സുവനീറാണിത്. 200 രൂപ പോകും. ഇതൊക്കെ ആർട്ട് വർക്ക് റിലേറ്റഡ് ബുക്സാണ്. ഇത് ചെയ്ത് കൊടുക്കണം. ഇത് പോസ്റ്റ് കാർഡാണ്. 50% ഓഫ് ഉണ്ട്. ഫോട്ടോസ് ഇതെത്ര? 30 രൂപ. ഇതൊന്നും എടുക്കണോ? ഇതൊന്നും എടുക്കലാ നമുക്കൊരു ഓർമ്മക്കായി. ഏതാ ഡിസൈൻ വേണ്ട? ഇതൊക്കെ ഒരേ ഡിസൈൻ അതിൻ്റെ ബാക്കിൽ ആണല്ലേ? ഇതെടുത്താലോ? അല്ല, ഇത് നമുക്ക് ഹെർമിറ്റാജിൻ്റെ തന്നെ എടുക്കാം. ഹെർമിറ്റേജിൻ്റെ ഇല്ലല്ലോ. അപ്പുറത്ത് പോയി നോക്കാം. ഇവിടെ മാത്രമല്ല, അപ്പുറത്തുണ്ട്. ഇതൊക്കെ എന്തോ റെക്കോർഡ്സാണ്. ഇതൊക്കെ ആവട്ടെ. ഇതെന്തോ റഷ്യൻ കൾച്ചറാണ്. റോളിംഗ് സ്റ്റോൺസ് ആണ് ബ്രാൻഡായിരിക്കും. ഇവിടെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. പെയിൻറ്റിങ്സിന് ഇതിന് 1900 rupees, ഇത് 3400 rupees. അങ്ങനെ പല ടൈപ്പ് പെയിൻറ്റിങ്സ് ഉണ്ട് ഇവിടെ. ജ്വല്ലറീസ്, പിന്നെ ട്രേസ്. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ദിസ് കൈൻഡ് ഓഫ് ഇയറിങ്സ്. പക്ഷെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണത്, ഈ ഇയറിങ്സും ഒക്കെ. ഇയറിങ്ങിന് 4K. അതിനുള്ളൊരു കാര്യമില്ലല്ലോ അതിന്.
നമ്മളിവിടെ കാണിച്ചതെന്ന് വെച്ചാൽ ഇതിന് 19,900 റുപ്പീസ്, ഇതിന് 17,490. ഇതിൻ്റെ ഉള്ളിൽ സ്പെഷ്യലുള്ള ടൈപ്പാണിത്. ബൊക്കെ ഇതിനകത്ത് സ്പെഷ്യൽ ഉണ്ട്. നമുക്ക് അതെന്താ ഒരു ബേർഡോ എന്തോ, ഇതൊരു ഹെൻ ടൈപ്പ്, ഓരോ റേറ്റ് ടൈപ്പ്. ഇതിനകത്തൊക്കെ ഒരു ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്, അതാണ് ഇതിന് ഇത്ര എക്സ്പെൻസീവ് ആവുന്നത്. 14K ക്യാബേജിൻ്റെ എന്ത് വെച്ചുണ്ടാക്കിയത്? ബ്രിഞ്ച് 7,900. ഇതൊക്കെ അല്പം ഓവറാണ് കേട്ടോ. ഇവിടെയൊക്കെ കോയിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. 200 റുപ്പീസിന് ഒരു കോയിൻ്റെ ഒരു ഇത് കിട്ടുന്നത് അല്ല, പക്ഷെ അവിടെയൊക്കെ 250 വെച്ചാണ് കിട്ടുന്നത്. ഈ കോയിൻ കിട്ടും ഇങ്ങനത്തെ ടൈപ്പ് വേണ്ടല്ലേ. ഹെർമിറ്റാജിൽ നിന്ന് ഇറങ്ങി. ഹെർമിറ്റാജിൻ്റെ ഒരു വേറെ സൈഡാണ്. ഇവിടെ നേവാ റിവർ കാണാം. ഹെവി സ്നോ, നല്ല രീതിയിൽ സ്നോ ഉണ്ട് ഇവിടെ. ഒരു അടിപൊളി ഈവനിങ്. ഐ മീൻ അധികമായിട്ടൊരു 6:30 എങ്ങാണ്ടായിട്ടുള്ളൂ. ഫുള്ള് ഇരുട്ടി. ഇവിടെ അടിപൊളി ഇരുട്ടി നല്ല രീതിയിൽ സ്നോ ചെയ്യുന്നുണ്ട്. ഇത്രയും കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള ഡേ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രാവലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഹെർമിറ്റാജ് കവർ ചെയ്തു. ഹെർമിറ്റാജിന് നല്ല ടൈം എടുത്തു. പിന്നെ ഇപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് കഫേ ഉണ്ടായിരുന്നു, ബുക്ക് ഹൗസ് എന്ന് പറഞ്ഞാൽ, ഐ മീൻ പേര് മറന്നുപോയി ഫുള്ളായിട്ടുള്ള. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നാളെ ഞങ്ങൾ പോകുന്നതായിരിക്കും. പക്ഷേ ഇന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഞങ്ങൾ റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. അതിൻ്റെ വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇനി ഇപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തിരിക്കുവാണ്. ബാക്കിയുള്ള വീഡിയോസ് ഡേ 4 അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.